സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട 31 കാരണങ്ങളെ പറ്റിയാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും പരാജയപ്പെടുന്ന സ്ത്രീ പുരുഷന്മാരുടേതാണ്. വിജയിക്കുന്നവർ വളരെ കുറച്ചും പരാജയപ്പെടുന്നവർ മഹാഭൂരിപക്ഷവും പരാജയപ്പെടുന്നു എന്നതിന്മേലാണ് ദുരന്തം കിടക്കുന്നത്. നെപ്പോളിയൻ ഹിൽ പറയുന്നു, ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരെ പരിശോധിച്ച് നോക്കാനുള്ള സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അതിൽ 98% പേരെയും പരാജയങ്ങൾ എന്ന് വർഗീകരിക്കാൻ പറ്റും. തൻ്റെ അപഗ്രഥനം തെളിയിച്ചത് പരാജയത്തിന് 31 പ്രധാന കാരണങ്ങളുണ്ടെന്നാണ്. അതുപോലെ മനുഷ്യർ സൗഭാഗ്യങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നത് 13 പ്രധാന തത്വങ്ങളിലൂടെയുമാണ്. ഈ അധ്യായത്തിൽ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട 31 കാരണങ്ങൾ വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ലിസ്റ്റിലൂടെ കടന്നു പോവുകയും ഓരോ പോയിന്റിലും നിങ്ങളെ അതുമായി തട്ടിച്ച് പരിശോധിക്കുകയും ചെയ്യണം. ഈ പറയുന്ന കാരണങ്ങളിൽ എത്രയെണ്ണം നിങ്ങൾക്കും വിജയത്തിനുമിടയിൽ വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാമതായി പറയുന്നത് പ്രതികൂലമായ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലം. ബുദ്ധിയുടെ കാര്യത്തിൽ ജന്മനാ തന്നെ ഒരു കുറവുമായി ജനിച്ചു വീഴുന്നവരുടെ കാര്യത്തിൽ കാര്യമായൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ തത്വചിന്ത അത്തരമൊരു കുറവിനെ നികത്താൻ ഒരൊറ്റ മാർഗമേ നിർദ്ദേശിക്കുന്നുള്ളൂ: ഒരു മാസ്റ്റർ മൈൻഡിൻ്റെ സഹായം എന്നത് മാത്രമാണത്. പക്ഷേ ലാഭകരമായി ഈ ഒരു നിരീക്ഷണം നടത്താനാകും. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എളുപ്പത്തിൽ തിരുത്താൻ കഴിയാത്ത ഇത് പരാജയത്തിൻ്റെ 31 കാരണങ്ങളിലെ വെറും ഒന്ന് മാത്രമാണ്. ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യബോധമില്ലാത്ത ആളുകൾ വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ യാതൊരു വിധ കാരണവുമില്ല. ഓരോ 100-ലും 98 പേർക്കും അത്തരം ലക്ഷ്യങ്ങളൊന്നുമില്ലെന്നാണ് തൻ്റെ അപഗ്രഥനത്തിൽ താൻ കണ്ടെത്തിയത് എന്നാണ് നെപ്പോളിയൻ ഹിൽ പറയുന്നത്. ഒന്നാമത്തെ, ശരാശരിക്ക് മേൽ ഉന്നം വെക്കാനുള്ള അഭിവാഞ്ഛയുടെ അഭാവം. ജീവിതത്തിൽ മുന്നിലെത്തുന്ന കാര്യത്തിൽ തികഞ്ഞ ഉദാസീനത പുലർത്തുന്നവനും അതിനുള്ള വില കൊടുക്കാൻ തയ്യാറല്ലാത്തവനും വിജയിക്കുമെന്ന ഒരു പ്രതീക്ഷയും നാം വെച്ച് പുലർത്തേണ്ടതില്ല. നാലാമത്തേത്, അപര്യാപ്തമായ വിദ്യാഭ്യാസം. താരതമ്യേന എളുപ്പത്തിൽ മറികടക്കാൻ പറ്റുന്ന ഒരു പരിമിതിയാണിത്. സെൽഫ് മെയ്ഡ് അഥവാ സ്വയം വിദ്യാഭ്യാസം നേടിയവരെന്ന് കണക്കാക്കപ്പെടുന്നത് അവരാണ് പലപ്പോഴും ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടിയവരെന്ന് അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സെൽഫ് ഡിസിപ്ലിൻ ഇല്ലായ്മയാണ് അഞ്ചാമതായി പറയുന്നത്. സ്വയം അച്ചടക്കത്തിൻ്റെ അഭാവം. സ്വയം നിയന്ത്രണത്തിൽ നിന്നാണ് അച്ചടക്കം വരുന്നത്. ഇതിനർത്ഥം ഒരാൾ എല്ലാ നിഷേധാത്മക ഗുണങ്ങളും നിയന്ത്രിക്കണമെന്നാണ്. നിങ്ങൾക്ക് ചുറ്റുപാടുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം സ്വയം നിയന്ത്രിക്കണം. നിങ്ങൾക്ക് കൈകാര്യം ചെയ്ത് നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതായ കാര്യങ്ങളിൽ ഏറ്റവും വലുത് തനിക്കുമേൽ തന്നെ യജമാനത്വം നേടലാണ്. നിങ്ങൾ നിങ്ങളുടെ അഹത്തെ കീഴടക്കിയില്ലെങ്കിൽ അഹം നിങ്ങളെ കീഴടക്കും. നിങ്ങൾക്ക് ഒരു കണ്ണാടിക്ക് മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തിനെയും ഏറ്റവും നല്ല ശത്രുവിനെയും ഒരേ സമയത്ത് തന്നെ കാണാൻ പറ്റും. ആറാമത്തേത്, അനാരോഗ്യം. നല്ല ആരോഗ്യമില്ലാതെ ഒരാൾക്കും വമ്പിച്ച വിജയം അനുഭവിക്കാനാവില്ല. അനാരോഗ്യത്തിൻ്റെ നിരവധി കാരണങ്ങൾക്ക് മേൽ നമുക്ക് നിയന്ത്രണവും യജമാനത്വവും നേടാൻ കഴിയും. അവയിൽ പ്രധാനമായ മിതമായ ഭക്ഷണം, അത് ആരോഗ്യത്തിന് പറ്റിയതല്ല. തെറ്റായ ചിന്താശീലങ്ങൾ, നിഷേധാത്മകതകൾക്ക് പ്രകാശം നൽകൽ, വേണ്ടത്ര കായിക വ്യായാമമില്ലാതിരിക്കൽ, തെറ്റായ ശ്വസന രീതികൾ മൂലം ശുദ്ധവായു വേണ്ടത്ര ലഭിക്കാതിരിക്കൽ. 7, ചെറുപ്പകാലത്തെ തെറ്റായ ചുറ്റുപാടുകളുടെ സ്വാധീനം. 8, പ്രൊക്രാസ്റ്റിനേഷൻ, തീരുമാനം എടുക്കുന്നതിന് തൊട്ട് മാറ്റിവെക്കൽ, പിന്നത്തേക്കാക്കി വെക്കുന്ന പരിപാടി. 9, ഉറച്ചു നിൽക്കുന്നതിലെ പരാജയം. പലരും കാര്യങ്ങളൊക്കെ തുടങ്ങും, പക്ഷേ ചെറിയൊരു എതിർപ്പ് വരുമ്പോഴത്തേക്കും പിന്മാറും. ഇത് ഒരുപാട് ആളുകൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 10, നെഗറ്റീവ് പേഴ്സണാലിറ്റി. നിയന്ത്രിതമായ ലൈംഗിക തൃഷ്ണയുടെ അഭാവം. 12, ഒന്നും നൽകാതെ ചിലത് സ്വന്തമാക്കാമെന്ന നിയന്ത്രിതമല്ലാത്ത അഭിലാഷം. 13, തീരുമാനമെടുക്കാനുള്ള നന്നായി നിർവചിക്കപ്പെട്ട കരുത്തിൻ്റെ അഭാവം. ഇതുമൂലവും ആളുകൾ പരാജയപ്പെടും. വിവാഹത്തിൽ തെറ്റായ പങ്കാളിയെ തിരഞ്ഞെടുക്കൽ. അമിത ശ്രദ്ധ മറ്റൊരു കാരണമാണ്. അതുപോലെ തന്നെ ബിസിനസ്സിൽ തെറ്റായ കൂട്ടാളികളെ തിരഞ്ഞെടുക്കൽ, അന്ധവിശ്വാസങ്ങളും മുൻവിധിയും, തെറ്റായ ഒരു തൊഴിൽ മേഖലയുടെ തിരഞ്ഞെടുക്കൽ, പരിശ്രമത്തിൽ കേന്ദ്രീകരിക്കുന്നതിന് കഴിയായിക, കണ്ണും മൂക്കുമില്ലാതെ ചിലവാക്കുന്ന സ്വഭാവം, ആവേശത്തിൻ്റെ കുറവ്, അസഹിഷ്ണുത, അത്യാർത്തി, മറ്റുള്ളവരുമായി സഹകരിക്കുന്നതിനുള്ള കഴിവുകേട്, സ്വപരിശ്രമത്തിലൂടെ കൈവരിക്കാത്ത അധികാരത്തിൻ്റെ കയ്യാളൽ, ഉദ്ദേശപൂർവമായ അവിശ്വസ്തത, അഹങ്കാരവും പൊങ്ങച്ചവും, ചിന്തിക്കുന്നതിന് പകരം ഊഹിക്കൽ, മൂലധനത്തിൻ്റെ അഭാവം.
ഇവിടെ ഇതേവരെ പറഞ്ഞ കാരണങ്ങളിൽ പെടാത്തതായ മറ്റേതെങ്കിലും കാരണം മൂലം നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം അറിയിക്കുക, കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.